വേൾഡ് കപ്പ് അർജന്റീന അർജന്റീന ദീന 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 മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് സൂപ്പർ 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 അർജന്റീന മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് അർജന്റീന അർജന്റീന ദീന 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 മെസ്സി 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 അർജന്റീന 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 വേൾഡ് കപ്പ് സൂപ്പർ 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 അർജന്റീന മെസ്സി 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 മെസ്സി. എന്തുണ്ടെങ്കിലും ഞങ്ങൾ അഭിപ്രായം പറയും. ഞങ്ങൾക്കൊരു കോളേജിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ഒരു വട്ടം കൂടി. അതിലിപ്പോൾ ലാസ്റ്റ് ഒരു 2 ആഴ്ചയായിട്ട് ഫുൾ ചർച്ച ഫിഫ കപ്പാണ്. അപ്പോൾ അതിൻ്റെ വൈകുന്നേരം മുതൽ ആസിഫിൻ്റെ ഒരു വിശകലനം ഉണ്ടാവും. അതിൻ്റെ ഏത് കളിയാണ് എന്താണ് അതൊക്കെ അതിന് എല്ലാവരും അഭിപ്രായം വളരെ സജീവമാണ്. ഇനിയിപ്പോൾ 2-3 ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ പ്രവചന മത്സരം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഫ്രീസ് ഉണ്ടാവും. എല്ലാ കൊല്ലവും ക്രിക്കറ്റ് ആയാലും ഫുട്ബോൾ ആയാലും നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ ആസിഫിനെ സംബന്ധിച്ചിടത്തോളം ഈ കഴിവ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയുക. കാരണം നമ്മൾക്ക് കുറേ നല്ല പ്ലാസ്റ്റിക് കേരളത്തിലുണ്ട്. സുമാറായിക്കോട്ടെ പ്രസംഗം നല്ലതായിരിക്കും, ലീലാവതിൻ്റെ അല്ലെങ്കിൽ സമദാനിൻ്റെ. അപ്പോൾ ആസിഫ് പ്രസംഗികനല്ല, പക്ഷെ ഒരു കാര്യം നല്ല നർമ്മരസത്തിൽ അവതരിപ്പിക്കുക ആസിഫിൻ്റെ അറിയും. അപ്പോൾ അത് ഞങ്ങൾക്ക് കിട്ടാൻ വേണ്ടി ഞാൻ വപ്പടിയിലും കൂടി ഞങ്ങൾ ഒരു വട്ടം കൂടി ഒരു ട്രിപ്പ് ഗ്രൂപ്പ് പറഞ്ഞൊരു 9 പേരുള്ള ഗ്രൂപ്പ് ഉണ്ടാക്കി. ഞങ്ങൾ ഇടയിൽ ഈ ആസിഫിൻ്റെ ഈ വിറ്റ് സംസാരമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് 7 പേര്, സോറി 2 കുറച്ച്, ഏതായാലും 7 പേര് നമ്മൾ ഇടയിൽ ഒരു 6 മാസത്തിലൊരിക്കൽ ടൂർ പോകും. അപ്പോൾ ആസിഫ് ഓരോ കാര്യങ്ങളൊക്കെ സിമ്പിളായിരിക്കും. അപ്പോൾ ആസിഫ് അവതരിപ്പിക്കുമ്പോൾ അതിനൊരു പ്രത്യേകതയുണ്ട്. അതൊക്കെ പപ്പടിയൊക്കെ പറയും. അപ്പോൾ അത് എൻജോയ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ആ ട്രിപ്പ് ഗ്രൂപ്പ്. അപ്പോൾ ആസിഫ് കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കും. അപ്പോൾ പ്രസംഗികനെന്ന് നമസ്കാരം. ഫിലിം സൊസൈറ്റി കുറേ ഞാൻ കേൾക്കുന്നുണ്ട്. കൂടുതൽ രഘുവേട്ടൻ്റെ അടുത്ത് തന്നെ കേട്ടത്. രഘുവേട്ടന് ഫിലിം സൊസൈറ്റിനെ പറ്റി അടുക്ക അനിയൻ ജയശങ്കറും ഞാൻ ക്ലാസ്മേറ്റും അടുത്ത സുഹൃത്തുമാണ്. ഗോകുലും അതേപോലെ സത്യം ബാംഗ്ലൂരിലും അത്ര ഞാൻ ഒരിക്കലും ഫുട്ബോളിനെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല ആ കാണുന്ന സമയത്തൊന്നും. ഞങ്ങൾക്ക് വേറെ എന്തെല്ലാം സബ്ജക്റ്റായിരുന്നു. പക്ഷേ ഇതിലേക്ക് ഒരു നിമിത്തമായിട്ട് വരാൻ പറ്റിയില്ല. ഫിലിം സൊസൈറ്റിക്ക് ഞാൻ അതിൻ്റെ മെമ്പേഴ്സിനെല്ലാം ഞാൻ വത്സൻ മാഷിനും അനിലിനും ചെന്നൈയിലുള്ള രഘുവേട്ടനെല്ലാം ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു. ഷാഫി പറഞ്ഞ കാസർഗോഡിൻ്റെ ഫുട്ബോളിനെ കുറിച്ച് അതിലേക്ക് തന്നെ വരാം. ഓക്കെ, ഞാൻ മരിച്ചു കാസർഗോഡ് ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡൻ്റായത്. എസ്പെഷ്യലി നാഷണലിലെല്ലാം 2 വോട്ടും വാങ്ങിയിട്ട് പ്രസിഡൻ്റായി. ഫസ്റ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി എൻ്റെ ഉപ്പ 19 കൊല്ലം വൈസ് പ്രസിഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു. മൈമാഷും എല്ലാ സമയത്തും എനിക്ക് ഡയറക്റ്റ് പ്രസിഡൻ്റായി. ഫസ്റ്റ് മീറ്റിങ്ങിൽ ആദ്യം എടുത്ത തീരുമാനം ഷാഫിനെ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ്റെ മുഖ്യ രക്ഷാധികാരിയായി എടുക്കാനുള്ള തീരുമാനമാണ്. ഷാഫി രക്ഷാധികാരിയായി വന്നു. അത് എത്രത്തോളം ഭാഗ്യം എന്ന് പറയാൻ എനിക്കറിയില്ല. എങ്കിലും അത് കഴിഞ്ഞത് ഞാൻ ചിലപ്പോൾ ഇപ്പം ഞാൻ പ്രസിഡൻ്റ് അല്ല എങ്കിലും അത് ആലോചിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങൾ എനിക്കെന്നെ ഭയങ്കര സന്തോഷം തരുന്നു. ഒന്ന്, മഞ്ചേരിയിൽ നടന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ ചാമ്പ്യന്മാരായി. അത് കഴിഞ്ഞ് അണ്ടർ 14 ഗേൾസ് സംസ്ഥാന ചാമ്പ്യന്മാരായി തിരിച്ചു വന്നു. അപ്പോൾ ഈ സംസ്ഥാന ചാമ്പ്യന്മാരായ സീനിയർ ടീമിനെ നമ്മൾ സ്വീകരണം കൊടുത്തു. ഇതിൻ്റെ സ്വീകരണത്തിന് ആരും ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സ്വന്തം നിലയിൽ തന്നെ ഈ ഒരു അണ്ടർ 14 പെൺകുട്ടികളല്ലേ സിറ്റി ടവറിലൊരു സ്വീകരണം കൊടുക്കാൻ ഞാൻ ഷാഫിനോട് സംസാരിച്ചു. ഷാഫിയിൽ നല്ല ഇത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ഫുട്ബോളുമായിട്ട് എല്ലാവരും കാണുമ്പോൾ വിചാരിക്കും ഒരു ബന്ധവുമില്ല. എങ്കിലും ഞാൻ വിളിച്ചത് ഗിരിയേട്ടനെയാണ്. അദ്ദേഹം ബാങ്ക് മാനേജറാണ്. ഗിരിയേട്ടനെ വിളിക്കാൻ കാരണം അയാൾ ഉപ്പളുണ്ട മാനേജറായിട്ടുള്ള ആ സമയത്ത് മൊഗ്രാലിലുള്ള ഗിരിയേട്ടനാടെ അറിയുന്ന രാഘവ മാഷ് മോന് നല്ലൊരു നാട്ടുകാർക്കെല്ലാം അറിയാം മൊഗ്രാലാണ്. അപ്പോൾ ആ കളി കാണാനും വരുന്ന ആ ഇൻട്രസ്റ്റും ഈ കുട്ടികളെ ബെസ്റ്റ് ഗിരിയേട്ടനല്ലേ. ഗിരിയേട്ടനെ ഉദ്ഘാടനം ചെയ്തു. അന്ന് ഞങ്ങൾ സിറ്റി ടവറിൽ കൊടുത്ത ആ 14 അണ്ടർ 14 പെൺകുട്ടികളിൽ അന്ന് കൊടുത്ത ആ പ്രോത്സാഹനത്തിൻ്റെ ഒരു ഫലം കഴിഞ്ഞ ആഴ്ച കണ്ടു. ഇപ്പോൾ ഇന്ത്യ ജയിച്ച സാഫ് ഗെയിംസിൽ അന്നത്തെ മാളവികാവും അഹാനാവും ആ ടീമിൽ ഇടപെടിച്ചു. അത് കാണുമ്പോഴേക്ക് ഒരു സന്തോഷം
എത്രത്തോളം ഉണ്ടെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ഞാൻ അത്ലറ്റിക്സിലുണ്ടായിരുന്നു. ഞാൻ ഫുട്ബോളിലേക്ക് വരും. മൊഗ്രാലിൽ തന്നെ പിന്നെ ഒരു 34 കൊല്ലം അതിൽ തന്നെ പോയി. അപ്പോൾ അതിൻ്റെ ശേഷം സന്തോഷ് ട്രോഫി എല്ലാം വരുമ്പോഴേക്ക് അനീഷാൻ്റെ എല്ലാം കുറേ ഹെൽപ്പ് ബാംഗ്ലൂരും മാടിയും ഞങ്ങൾക്ക് ടീമിനും ഒരു ബുദ്ധിമുട്ടില്ല. കേരള സ്പോർട്സ് കൗൺസിൽ കൊടുത്ത റിപ്പോർട്ടിലടക്കം അവരെല്ലാം പേരുണ്ട്. ഒരു വട്ടം കൂടിൻ്റെ എല്ലാ സപ്രണ്ടിൻ്റെ പേപ്പറിൽ മാത്രം നമുക്ക് ഇത് അറിയുന്നത്. അപ്പോൾ ഗവൺമെൻറ് കോളേജിലുണ്ട് ഒരു അങ്ങനെ ഒരു ഭയങ്കര ആവേശമൊന്നുമില്ലെങ്കിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഈ ബ്രസീലും ഇതെല്ലാം ഞാൻ അറിഞ്ഞു വരുന്നേ ഉള്ളൂ. നമുക്ക് ആകെ പരിചയമുണ്ടായിരുന്ന എനിക്ക് ശ്രീലങ്ക പരിചയമുണ്ടായതിൻ്റെ കുറച്ച് ബന്ധുക്കൾ ആളുകളുണ്ട്. പിന്നെ ഈ ഗൾഫ് കൺട്രീസിൽ ഗൾഫ് കൺട്രീസിൽ അക്കുറി കുവൈത്ത് ഉണ്ട് 82 വേൾഡ് കപ്പിൽ. അത് മാത്രമല്ല പിന്നെ സീക്കോ എന്നെല്ലാം പറഞ്ഞിട്ട് പ്ലേസിലെല്ലാം നല്ല പേര്. പിന്നെ ശരിക്കും ഒരു സജീവമായിട്ട് കാണാൻ തുടങ്ങിയത് 86-ന്റെ ശേഷം. അത് ഞങ്ങളെ വീട്ടിൽ ടി വി ഒന്നുമില്ല, നാട്ടിൽ പോലെ. അപ്പം ഞാൻ ബാംഗ്ലൂർ എലക്ഷനിൽ ജോയിൻ ചെയ്യുന്നില്ല എങ്കിലും രാത്രി പോയിട്ട് കാണുകയും അതെടുക്ക് ഇതാകുമ്പോൾ അതിന് ആൻറ്റിന തട്ടിയിട്ട് നേരെയാക്കുക അമ്മി പറഞ്ഞ പോലെ. ഒരു ദിവസം അമ്മി ആ സമയത്ത് ഉമ്മ നോക്കുമ്പോൾ 2 മണി 3 മണിക്ക് മരത്തിൻ്റെ മേലെയുണ്ട് അമ്മിനെ കാണുന്നതും ഇവനെന്തായിപ്പോയി ഇപ്പം നിങ്ങളെ ആ ഒരു അതുപോലെയുള്ള ഒരു സംഭവം അങ്ങനെ കണ്ട. പിന്നെ ഫൈനൽ ബാംഗ്ലൂർ തന്നെ. പിന്നെ എല്ലാവർക്കും അതേപോലെ ഓരോ വേൾഡ് കപ്പ് ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ആ 4 കൊല്ലം മാത്രം എനിക്കൊന്ന് ടി വി എല്ലാം വരാൻ തുടങ്ങി ഫുള്ള് കണ്ടു. 94 ദുബൈയിൽ കണ്ടു. ഇങ്ങനെ പോയി. എൻ്റെ കല്യാണം കഴിഞ്ഞ് എനിക്കൊരു മോൻ ജനിച്ചു. അപ്പോൾ ഇവന് ജനിച്ചപ്പോൾ കാണുന്നത് ഞാൻ ഈ കളിക്കാൻ പോകുന്നതും ഇത് തന്നെയല്ലേ. ഒരു 2002 വേൾഡ് കപ്പ് കഴിഞ്ഞു. 98 ബ്രസീൽ ഫൈനലിലെത്തി, തോറ്റു ഫ്രാൻസിനോട്. 2002 ബ്രസീൽ ചാമ്പ്യൻസ് ആയി. അപ്പോൾ എൻ്റെ മോൻ LKG ഇതുകൊണ്ട്. പിന്നെ 2004 യൂറോ കപ്പ് നടക്കുന്ന സമയം ചെറിയൊരു ക്ലാസ്സിൽ പഠിക്കുന്നില്ല. അപ്പോൾ രാത്രി ഞാൻ ഇങ്ങനെ യൂറോ കപ്പ് ഫൈനൽ കാണാൻ വേണ്ടി. അപ്പോൾ പോർച്ചുഗലും പിന്നെ ഗ്രീസും ഫൈനൽ. അപ്പോൾ ഗ്രീസും യൂറോ കപ്പിൽ ഫൈനലിലെത്തിയല്ല ആദ്യമായിട്ടും തുടങ്ങി. ഇവൻ ഇത്രക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാനും കളി കാണുന്നു എന്നിട്ട് വന്നു. അപ്പോൾ കുറച്ച് എൻ്റെ ഓള് വന്നിട്ട് പിടിച്ച് കൊണ്ടുപോയാണ് ഉറക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സ്റ്റേജ് പോകുമ്പോൾ അതിലൊരു പെണ്ണും കടലാസ് എന്തെല്ലായി ആരില്ല അവൾ ചെല്ലും എഴുതി വെക്കണം. പോർച്ചുഗലും ഗ്രീസും. ഞാൻ ഇവനത് ഇത്ര ഇൻട്രസ്റ്റ് ചോദിക്കണ്ട, ഇത് കണ്ടിട്ട് ആയിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ രാവിലെ വന്നു. ഞാൻ പോർച്ചുഗൽ തോക്കണമെന്ന് വിചാരിച്ചു. ഞാൻ ഒരു നാഷണലിസ്റ്റാണ്. പണ്ട് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇവർ ഗോവയിൽ പോകാൻ അങ്ങോട്ടാക്കിയില്ല. അതിൻ്റെ ചൂടുള്ള പോർച്ചുഗൽ. ഈ വാസ്കോഡി ഗാമനൊന്നും എനിക്ക് അത്ര പിടിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഗ്രീസ് ജയിച്ച സന്തോഷത്തിലുണ്ട്. ഇപ്പോൾ രാവിലെ വന്നിട്ട് ആര് ജയിച്ച്? ഗ്രീസ് ജയിച്ച്. ഭയങ്കര സങ്കടത്തിൽ വരും. ഞാൻ ഇതിപ്പോൾ പറയാൻ കാരണം അപ്പം ആ പോർച്ചുഗലിനെ സപ്പോർട്ട് ചെയ്ത് അതേ പോർച്ചുഗലിനെ തന്നെ ഇപ്പോൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെയുണ്ട്. ഓക്കെ. അന്നത്തെ ആ കുട്ടി മനസ്സെന്നെ ഇപ്പം 50 കഴിഞ്ഞ അസിസ്റ്റാണ്. അസിസ്റ്റാവും ആ പോർച്ചുഗലിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. ഞാൻ ഈ പോർച്ചുഗലിൻ്റെ മാച്ച് ഞാൻ ഡ്രോ ആകുമ്പോഴേക്ക് അസിസ്റ്റാനെ എങ്ങനെ ഫേസ് ചെയ്ത് അപ്പം ഇപ്പുറത്തെ ബേജാറിൽ യോനി എടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനത്തെ കുറേ സംഭവം വളരെ ഇമോഷണലായിട്ടുള്ള വേൾഡ് കപ്പ്. ഇല്ലെങ്കിൽ 2006 വേൾഡ് കപ്പ് കഴിഞ്ഞ് 2009 എൻ്റെ അനിയനെല്ലാം മാരേജായി. എൻഗേജ്മെൻ്റ് ആയി. ഓന് ഗൾഫിലേക്ക് പോയി. അപ്പോൾ മൊഗ്രാൽ വീട്ടിൽ ഉപ്പാവും മാത്രമല്ല. അപ്പോൾ ഉപ്പ പറഞ്ഞു ഇത് ഈ 2010 വേൾഡ് കപ്പ് നോമ്പ് അതെ, നീ അത് ഫുള്ള് ഈടെ വന്നിട്ട് നമുക്ക് ഒന്നിച്ച് കാണാം. അപ്പോൾ ആ ഒരു മാസം ഫുള്ള് ബാംഗ്ലൂരിൽ വിട്ട് നിൽക്കുന്ന എങ്ങനെയപ്പോൾ വന്നിട്ട് പിന്നെ ഇപ്പോൾ പറഞ്ഞല്ലേ ഞാൻ എല്ലാം പാക്ക് ചെയ്ത് ഓളോടെല്ലാം പറഞ്ഞു ഞാൻ ഇനി ഒരു മാസം അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് എത്താം. ഉപ്പാവും മാത്രമല്ലേ ഉള്ളത്. ഒരു പങ്കം ബാംഗ്ലൂരിൽ ഒരു അടിയിലെല്ലാം വേറെ. അങ്ങനെ ആ ഒരു നിമിത്തം അറിഞ്ഞില്ല. പിന്നെ ഒരു കൊല്ലം
വന്നിട്ടില്ല. അതിന് മുമ്പ് ഉപ്പ മരിച്ചു. അത് എനിക്കെപ്പോൾ അതൊരു സ്പെയിൻ ചാമ്പ്യൻസായ ഒരു വേൾഡ് കപ്പ്, ഹോളണ്ടും സ്പെയിനും ഫൈനലിൽ എത്തി. അങ്ങനെ ഉപ്പ ഈ ഫുട്ബോളിൽ എന്നെ ഉണ്ടായതുകൊണ്ട് ഞാൻ എത്തി. ചിലപ്പോൾ അങ്ങനെ ആ ഒക്കെ കാണണമെന്നുള്ള ഇതിൽ 97 ഞാൻ മാംഗ്ലൂർ ഷിഫ്റ്റ് ചെയ്തിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി. ഇങ്ങനെ ഒരു മാസം ഫുള്ളായിട്ട് മുഗ്രായിൽ തിരിച്ചു വന്നിട്ട് നിന്നിട്ടില്ല. പിന്നെ മുഗ്രായിൽ കളിക്കാൻ വരുമ്പോൾ അങ്ങനെ വന്നിട്ട് രാത്രിയാകുമ്പോൾ തിരിച്ചു പോകും. അങ്ങനെ ഉണ്ടായി. അങ്ങനെ കുറച്ച് അതിൻ്റെ എല്ലാം ഒരു ഓൾ ഇൻ ആവും. ഓക്കെ. അല്ലെ ആ വിശ്വനെ കുറിച്ച് പറയാനും കുറച്ചുണ്ട്, പറഞ്ഞാൽ തീരുന്നില്ല. രണ്ടൂറി ഞാൻ മുഗ്രായിലേക്ക് കൊണ്ടുപോയി ടൂർണമെൻറ്റിന്. എന്നിട്ട് വിശ്വട്ടാൻ വൈകുന്നേരം തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഞാൻ മംഗലത്തേക്കും പോയി. പിന്നെ ഡെയിലി മുഗ്രായിലുണ്ട് ആര് വിശ്വട്ട് ആട് വന്നിട്ട് എനിക്ക് സെൽഫി ആയിരുന്നു മംഗലാരുള്ള ഞാൻ. അപ്പോൾ ആ മമ്മച്ചാൻ്റെ കയറിട്ട് അണ്ടിക്കായ്ച്ചാൻ്റെ കയറിട്ട് കായ്ച്ചാൻ്റെ കയറിട്ട് ഉമ്പായ്ച്ചാൻ്റെ കയറിട്ട് എല്ലാവരൊക്കെ നിന്നിട്ടുള്ള സെൽഫി എനിക്ക് അയക്കുന്നത്. ഞാൻ ഇതിൽ എങ്ങനെ പരിചയപ്പെട്ടത് എനിക്ക് തന്നെ അറിയില്ല. അതാണ് ആ ഒരു വിശ്വട്ടിലെ ഫുട്ബോളുമായിട്ടുള്ള ഒരു നാഷണൽ. എങ്കിലും ഇത്രയും അവയർനെസ് അപ്ഡേഷനുള്ള ഒരു ഫ്രണ്ട് ഡോക്ടർ അഷ്റഫ് പറയാതിരിക്കാൻ കഴിയില്ല. അത്രയും ക്ലാസ്. ഓക്കെ. അതിൽ ആകെ അപ്പോൾ അതിന് KMC-യും MET മണിപ്പാലും അലോഷ്യസും ഈ 3 കോളേജ് മാത്രമേ എൻട്രി ഉണ്ടായിട്ടുള്ളൂ. അപ്പച്ചക്കറിയല്ലോ ഇത്രയും 96 സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഞങ്ങൾ സ്ഥിരം അവിടെ കളിക്കുന്നത്. ഒരിക്കൽ ഞാൻ നോക്കുമ്പോൾ ആദ്യമായിട്ട് PA കോളേജും ഉണ്ട്. അപ്പോൾ ഇത് അറിഞ്ഞപ്പോൾ അന്വേഷിച്ച ചാർജ് എടുത്തതിൻ്റെ പിറ്റത്തെ കൊല്ലം അവിടെ ടീമുമാക്കി സെറ്റപ്പാക്കി ഇൻവിറ്റേഷൻ എനിക്ക് അത് കാരണം എപ്പോൾ ഒരു കോളേജ് ടീം ഏത് ലീഗിലും ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ അതിന് കഴിയുന്നത്ര സപ്പോർട്ട് ചെയ്യണം. കാരണം ആടാണ് ഒരു വെൽഡായിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ശേഷം നാഷണൽ പ്രസിഡന്റ് ബി ഡിവിഷൻ ചാമ്പ്യൻസായി. പിന്നെ മുനിസിപ്പൽ ഇപ്പോൾ വൈസ് ചെയർമാൻ ആയിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോൾ ഇതന്നെ എനിക്കിപ്പോൾ ആ സ്റ്റേഡിയത്തിലൊന്ന് പുല്ല് വെച്ചിട്ട് കണ്ടാൽ മതി, നമുക്ക് മേയാം. അപ്പോൾ അതും അടുത്തന്നെ നടക്കുമെന്ന് തോന്നുന്നത്. താങ്ക് യു വെരി മച്ച്.